എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഒരു വിജനമായ വഴിയിലൂടെ നമ്മുടെ കുട്ടപ്പനും ഷിനോയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിനോ അങ്ങനെ 100-110 ഇപ്പൊ മുൻപോട്ട് ഓടുമ്പോ കുട്ടപ്പൻ പറയും, എന്നെ കൊണ്ട് ഇത്രയും സ്പീഡിൽ നടക്കാൻ വയ്യ, നീ കുറച്ച് പതിയെ പോകാനായിട്ട് ഇപ്പൊ കുട്ടപ്പൻ ഷിനോയോട് പറയുമ്പോ, ഓ നിന്നെ കൂട്ടിയപ്പോ തന്നെ ഞാൻ കരുതിയതാണ് ഇതുപോലെ ആമ എഴയും പോലെ നടക്കേണ്ടി വരുമെന്ന്, എന്നെ കൊണ്ട് പറ്റില്ല, വേണമെങ്കിൽ നീ സ്പീഡിൽ നടക്കാനായിട്ട് ഷിനോ കുട്ടപ്പനോട് പറയും. അങ്ങനെ നടന്ന് ഒരു കിളവിയമ്മച്ചിയെ കാണുമ്പോ കുട്ടപ്പൻ ചോദിക്കും, ഈ മൊട്ടോഷി വില്ലേജ് അതെവിടെയാണ്? അത് തൊട്ടടുത്ത് തന്നെയാണെന്ന് പറഞ്ഞ് അമ്മച്ചി മുൻപോട്ട് നടക്കുമ്പോ അവര് പതിയെ പൊറുപുറത്ത് പറയും, ആ ഒരു വില്ലേജ് അത്ര നിസ്സാരപ്പെട്ടതല്ല, വളരെയധികം സൂക്ഷിച്ചു വേണം അങ്ങോട്ട് പോവാൻ. അവിടെ മരിച്ചവർ പോലും ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ എത്തി നിങ്ങൾ ചിരിച്ചാല് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തില് അപ്പൊ തന്നെ തീരുമാനമാവെന്നും പറഞ്ഞ് അമ്മച്ചി ആവട്ടെ അവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കേട്ട് തന്നെ നമ്മുടെ രണ്ടാൾക്കാരും വില്ലേജിലേക്ക് എത്തുകയാണ്. അവരെത്തിയ ഉടനെ അറിയും, ആ ഒരു ഗ്രാമത്തിലെ പ്രധാനി ആള് മരിച്ചുപോയി. അപ്പൊ നമ്മുടെ ആൾക്കാര് ഇപ്പൊ അവിടെയുള്ള വേറൊരു പ്രധാനിയെ കാണും. ആളുടെ പേര് ഫുട്ട എന്നാണ്. അപ്പൊ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഹൊക്കാഗ കൊടുത്തുവിട്ട ഒരു ലെറ്റർ വായിക്കാൻ തുടങ്ങും. ആക്ച്വലി ആ മരിച്ചുപോയ ആളുടെ മകനാണ് ഇപ്പൊ കാണുന്ന ഫുട്ട. അപ്പൊ ഷിനോ പറയും, നിനക്ക് മാത്രമാണ് നിന്റെ അച്ഛന്റെ എല്ലാ സ്വത്തുക്കളും ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നത്. അത് അനുഭവിക്കാൻ നിനക്ക് മാത്രമേ ഇപ്പൊ അർഹതയുള്ളൂ. മാത്രമല്ല അടുത്ത ദിവസം നിന്റെ അച്ഛന്റെ ഫ്യൂണറലാണ്. അത് ആഘോഷിക്കാൻ ഒരുപാട് പേര് വരും. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നീ സെക്യൂരിറ്റി ആയി നിൽക്കണം. നമ്മുടെ ഷിനോയ്ക്കാണ് ഈ ഒരു ഫംഗ്ഷന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഷിനോ വീണ്ടും ആ ഒരു ലെറ്റർ വായിക്കുമ്പോ അതിൽ അതിശയകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഉണ്ടാവും. അന്ന് ഫംഗ്ഷന് വരുന്ന ആരെങ്കിലും നോക്കി ഈ ഹൊട്ട ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്വത്ത് മുഴുവൻ അവന്റെ റിലേറ്റീവ്സിന് വീതം വെച്ച് കിട്ടും. അത് കേട്ടവൻ ഷോക്കായിട്ട് നിൽക്കുമ്പോ ഷിനോ പറയും, ഈ ഒരു മൗണ്ടെയിനിൽ ഒരുപാട് വേർബ്സ് ഉണ്ട്, അതെല്ലാം തന്നെ നിനക്ക് സ്വന്തമാണ്. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാവരും അവനെ ചിരിപ്പിക്കാൻ ശ്രമിക്കും. അതിനവന് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, അവന് പകരമായിട്ട് വേറെ ആരെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിർത്താം. അതുകൊണ്ടാണ് ഇവൻ ഇപ്പൊ ലീഫ് വില്ലേജിലെ നമ്മുടെ ആൾക്കാരുടെ ഹെൽപ്പ് ചോദിച്ചത്. ലീഫ് വില്ലേജിൽ തന്നെ ഇതുവരെ ചിരിക്കാത്ത ഒരേ ഒരാള് അത് ഷിനോ ആണ്. അതുകൊണ്ട് നീയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞ് ഹൊക്കാഗെയാണ് അവനെ പറഞ്ഞു വിട്ടത്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ അവന്റെ സിസ്റ്റർ അവിടേക്ക് വന്ന് നമ്മുടെ രണ്ടാൾക്കാർക്കും ഫുഡ് കൊടുക്കാൻ ആരംഭിക്കും. ഫുഡ് കണ്ട ഉടൻ തന്നെ നറൂട്ടോ അത് വാരി തിന്നാൻ തുടങ്ങുമ്പോ ഷിനോ ആവട്ടെ അവനെ തടഞ്ഞ്, നോ വേണ്ട, അത് കഴിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കും. ഒരു പക്ഷേ സ്വത്തിനു വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും വിഷമോ മറ്റോ അതിൽ കലർത്തിയിരിക്കാം. അതുകൊണ്ട് ആദ്യം ഫുഡ് ഞാൻ കഴിച്ചതിന് ശേഷം ഒരു കുഴപ്പമില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവൻ പതിയെ ആ ഫുഡ് ഓരോന്നായിട്ട് ഇപ്പൊ കഴിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അവൻ കൂളായിട്ട് നോർമലായിട്ട് ആ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടപ്പൻ കരുതും, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എങ്കിലും ഞാനും കഴിക്കാന്ന് പറഞ്ഞ് അവൻ ആ ഫുഡ് എടുത്ത് അകത്താക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഇപ്പൊ ഷിനോ ലൈറ്റായിട്ട് ചിരിക്കാൻ തുടങ്ങുക. അവൻ ചിരിക്കുന്ന കണ്ട് ആ സഹോദരനും സഹോദരിയാവട്ടെ കുഴപ്പമൊന്നുമില്ല, അവൻ ഹാപ്പിയാണ്, നമുക്കും കഴിക്കാന്ന് പറഞ്ഞ് ഫുഡ് എടുക്കാൻ തുടങ്ങും. ഉടനെ കുട്ടപ്പൻ ചാടി എഴുന്നേറ്റ്, അതാരും കഴിക്കരുത്, എന്തോ കുഴപ്പമുണ്ട്. ഷിനോ, അവൻ ഇതുവരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവനിപ്പോ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. ഈ ഫുഡില് ആരോ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ പേടിച്ചു നിൽക്കും. ഷിനോ എങ്ങനെയൊക്കെയോ ചിരി കൺട്രോൾ ചെയ്ത് ഈ ഫുഡില് ആരോ ലാഫിംഗ് പില്ല് കലക്കിയിട്ടുണ്ട്. കുട്ടപ്പൻ ഉടനെ ഓടി വന്ന് ആ വീടിന്റെ ബാക്ക് ഡോറും ഫ്രണ്ട് ഡോറും എല്ലായിടത്തും ചെക്ക് ചെയ്യാൻ ആരംഭിക്കും, ആരെങ്കിലും ഇവരുടെ ഫുഡില് ഇത് കലക്കിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. പക്ഷെ അവിടെ എവിടെയും ആരെയും തന്നെ കുട്ടപ്പന് കാണാൻ കഴിയില്ല. ഷിനോ ഒരുപാട് നേരം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവന്റെ ഈച്ചകളും അവിടെ ചിരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഫ്യൂണറൽ ചടങ്ങിന് അവരുടെ മുൻപില് ഒരേ ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ വിവരം ലീഫ് വില്ലേജിൽ അറിയിച്ച് എന്തെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാനുള്ള സമയം പോലും ഇനി നമ്മുടെ ആൾക്കാരുടെ മുന്നിലില്ല. പക്ഷെ വില്ലേജിൽ നിന്ന് ആരെങ്കിലും ഇവിടെ എത്താൻ അതിന് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് കുട്ടപ്പൻ തന്നെ ഈ ഒരു മിഷൻ അത് ഏറ്റെടുക്കണമെന്ന് പറയുമ്പോ അവൻ ഒരു മിനിറ്റ് ഫ്രീസ് ആയി പോവും. കാരണം ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനും നമ്മുടെ ആൾ ചിരി നിർത്താറേയില്ല. ഞാൻ എങ്ങനെ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഒരുപാട് കൺട്രോൾ ചെയ്ത് ഇത് ചെയ്യാതെ വേറെ വഴിയില്ല, എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ പറഞ്ഞ് അവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചിരിയൊക്കെ കൺട്രോൾ ചെയ്ത്
അവന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു മജീഷ്യൻ മാൻഡ്രയ്ക്ക് പോലുള്ള ഒരു പെണ്ണ് കയറി വരും. ആ ഒരു പെണ്ണും ഇയാളുടെ കസിനാണ്. അവള് പതിയെ പൊറുവർക്കും, എന്നെ ഈ മൊട്ടത്തലേനാണോ ജയിക്കുക, ഞാനാണോ ജയിക്കുക എന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. അത് കേട്ട് കുട്ടപ്പന്റെ ടെൻഷൻ കൂടുമ്പോ ഇവിടെ ഷിനോ ആവട്ടെ ചിരി അടക്കാൻ കഴിയാതെ ഗ്രാമത്തിന്റെ പുറത്തേക്ക് ഇപ്പൊ പതിയെ നടക്കാൻ തുടങ്ങും. അപ്പൊ ആ സമയത്ത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു അമ്മൂമ്മയെ ഇപ്പൊ ഷിനോ കാണും. അവരൊരു ബാണ്ടവും തൂക്കി പിടിച്ച് എവിടേക്കോ സ്പീഡിൽ നടക്കുമ്പോ ഷിനോ ആവട്ടെ അവരങ്ങനെ തന്നെ ഇപ്പൊ ഫോളോ ചെയ്യാൻ ആരംഭിക്കും. ഇവിടെ കുട്ടപ്പനാവട്ടെ മസിൽ പിടിച്ച് ഓരോരുത്തരെയും നോക്കിയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് അപ്പൊ ഏതോരുത്തർ എഴുന്നേറ്റ് നിന്ന് കർമ്മസ്വാമി അദ്ദേഹം എഴുന്നള്ളൂ എന്ന് പറയുമ്പോ അപ്പൊ തലയില് ആകപ്പാടെ 3 മുടി മാത്രമുള്ള ഒരപ്പാപ്പൻ കടന്നങ്ങോട്ട് വരും. ആളങ്ങനെ ഹായ് ആയിട്ട് നടന്നു വരുമ്പോ ഒരു മുടി അങ്ങനെ കൊഴിഞ്ഞ് താഴെ വീഴും. അത് കണ്ട് കുട്ടപ്പനാവട്ടെ ചിരി കടിച്ചമർത്തി പിടിക്കും. ആള് മെല്ലെ ഇപ്പൊ താഴേക്കിരിക്കുമ്പോ അടുത്ത മുടിയും പറഞ്ഞ് നമ്മുടെ കുട്ടപ്പന്റെ മുഖത്ത് വീഴും. അവന് ചിരി പൊട്ടി ഇനിയിപ്പൊ എന്താ ചെയ്യാന്നും പറഞ്ഞ് കണ്ണ് തള്ളിയിരിക്കുമ്പോ ബാക്കിയുള്ളവരാവട്ടെ കുട്ടപ്പനെ എങ്ങനെയെങ്കിലും ചിരിക്കുന്നത് കാണാനായിട്ട് ഇപ്പൊ നോക്കി നിൽക്കുകയാണ്. അത് കണ്ട് ഹൊട്ടമാമൻ കുട്ടപ്പനോട് പറയും, അവര് നിന്നെ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, നീ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവും പറയുമ്പോ കുട്ടപ്പന്റെ ദേഹത്തേക്ക് അപ്പൂപ്പന്റെ 3ാമത്തെ മുടിയും പൊഴിഞ്ഞങ്ങനെ വീഴും. അത് കണ്ട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ കൺട്രോൾ പോയി പൊട്ടി അങ്ങോട്ട് ചിരിക്കും. അപ്പൊ കറക്റ്റ് ടൈമില് ഇപ്പൊ കുട്ടപ്പന്റെ പുറകില് ഒരുപാട് ക്യാന് താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ട് അവിടെയുള്ളവരെല്ലാവരും അതിൽ നോക്കി നിൽക്കും. ആ ഗ്യാപ്പിൽ കുട്ടപ്പനാവട്ടെ ചിരി നിർത്തി അവന്റെ വാ അടച്ചു പിടിക്കും. ഷിനോയുടെ ഈച്ചകളാണ് കറക്റ്റ് ടൈമില് ആ ഡ്രം എല്ലാം തന്നെ തട്ടിവിട്ട് കുട്ടപ്പനെ രക്ഷിച്ചത്. അപ്പൊ വേറൊരു കോട്ടിട്ട മണ്ടൻ ഇപ്പൊ അതുവഴി മുൻപിലേക്ക് വന്ന് അവൻ മുട്ടുമടക്കിയിരുന്ന് അതുവഴി എഴയാൻ തുടങ്ങും. അപ്പൊ കറക്റ്റ് ടൈമില് അവന്റെ പാന്റ് കയറി കാണാൻ പാടില്ലാത്ത സാധനവും ഒരു നീല ജട്ടിയും നമ്മുടെ കുട്ടപ്പനും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കാണും. അത് കണ്ട് കൺട്രോള് പോയി കുട്ടപ്പൻ ശ്വാസം വിടാതെ ഇപ്പൊ മുറുക്കി പിടിക്കും. അടുത്തതായിട്ട് വേറൊരു കോട്ടിട്ട ചേട്ടൻ ഇപ്പൊ കുട്ടപ്പനെ നോക്കി ടെററായിട്ട് കണ്ണുരുട്ടി എന്നിട്ട് കുട്ടപ്പനെ നോക്കി അവന്റെ മൂക്കിലൂടെ ഒരു പൂ പുറത്തെടുക്കും. അത് കണ്ട് കുട്ടപ്പൻ അവന്റെ വാ പൊത്തിപ്പിടിച്ച് കാല് ചുരുട്ടിപ്പിടിച്ച് അങ്ങനെ ചിരി കൺട്രോൾ ചെയ്തിരിക്കും. അടുത്തുള്ള ചേച്ചി ഇപ്പൊ കുട്ടപ്പൻ ചിരിക്കാത്തതില് അവനെ നോക്കി ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ ഷിനോ ആ ഒരു അമ്മൂമ്മയുടെ പുറകെ പോയി ഇപ്പൊ ഒരു കാട്ടിലെത്തും. ആദ്യ അമ്മച്ചി എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ മറ്റെന്തോ പൊറുപുറത്തോണ്ടിരിക്കുകയാണ്. അവൻ ആകെ അപ്സെറ്റ് ആയിട്ട് അമ്മച്ചി തന്നെ നോക്കി നിൽക്കുമ്പോ ആ ഒരു ഹോട്ടയുടെ സിസ്റ്റർ അവൾ അവിടേക്ക് കടന്നു വരും. അവൾ ആകെ പേടിച്ചു നിൽക്കുമ്പോ ആ ഒരു അമ്മൂമ്മയാവട്ടെ ഒരു മരുന്നെടുത്ത് അവളുടെ കൈ കൊടുക്കും. ഈ ഒരു മരുന്ന് ചായയിൽ കലക്കി കൊടുത്ത എല്ലാവരുടെയും കാര്യത്തില് തീരുമാനാവെന്ന് പറയുമ്പോ അത് കറക്റ്റായിട്ട് ഇപ്പൊ ഷിനോ കേട്ട് ഷിനോ നിലവിളിച്ചു പറയും, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. സത്യം പറ, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇപ്പൊ ഷിനോ അവരോട് ചോദിക്കും. കട്ട് ചെയ്ത കുട്ടപ്പനെ അവരെല്ലാവരും റൗണ്ട് ചെയ്ത് ഇപ്പൊ ചിരിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ചേച്ചി ഒരു ഭാഗത്ത് നിന്ന് യെസ് 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 ചിരിപ്പിക്കവനെ. അങ്ങനെ അവിടെ കൂടി നിന്ന എല്ലാവരും തലകുത്തി മറിഞ്ഞിട്ടും നമ്മുടെ കുട്ടപ്പനെ ചിരിപ്പിക്കാനാവില്ല. കുട്ടപ്പൻ വേർത്തൊലിച്ച് കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് അവന്റെ തല താഴ്ത്ത് കുമ്പിട്ട് ഹാവ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് റിലാക്സ് ചെയ്ത് തല മുകളിലേക്ക് പൊക്കുമ്പോ ഏതോ ഒരു ഉണ്ടപ്പൻ നടന്നു വന്ന് അവന്റെ വയറില് ഒരുപാട് ഡ്രോയിങ് ഒക്കെ വരച്ച് കാണിച്ച് കുട്ടപ്പനെ ചിരിപ്പിക്കാൻ ശ്രമിക്കും. അവന്റെ മുഖത്ത് ഇപ്പൊ ഓരോ കോമാളി രൂപമൊക്കെ വരച്ച് നമ്മുടെ കുട്ടപ്പനെ അങ്ങനെ ഇളിച്ചു കാണിക്കും. കുട്ടപ്പൻ കുറെ നേരമായിട്ട് പിടിച്ചു നിന്ന് അവന്റെ തൊടയിൽ തന്നെ നുള്ളി നുള്ളി ഒരു പരിവാക്കും. ആ ഒരു ഉണ്ടപ്പനാവട്ടെ എന്നിട്ടും വിടാതെ അവന്റെ തലയിലുള്ള ഒരു ബ്രഹ്മാണ്ഡ ഡ്രോയിങ് കാണിച്ചു കൊടുക്കും. അപ്പൊ മരിച്ചു കുഴിയിൽ കിടന്ന കുട്ടയുടെ പപ്പ പോലും എഴുന്നേറ്റ് നിന്ന് അത് കണ്ട് ചിരിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ കുട്ടപ്പൻ അവന്റെ കണ്ണ് തള്ളി മൂക്കിലൂടെ വെള്ളം വന്ന് ചിരി പൊട്ടി നിൽക്കുമെങ്കിലും നമ്മുടെ കുട്ടപ്പൻ വിടാതെ പിടിച്ചു നിൽക്കും. ഇവിടെ ഹുട്ടയും അവന്റെ പെങ്ങളും ആവട്ടെ പപ്പ നമ്മളെ ചെറുപ്പത്തില് ഇങ്ങനെയായിരുന്നു കളിപ്പിക്കാറുണ്ടായിരുന്നതെന്ന് പറഞ്ഞ് പപ്പയെ നോക്കി വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും. അവിടെ വന്നവരും നിന്നവരും ചേട്ടനും അനിയത്തിയും എല്ലാവരും അത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ പുറത്ത് ഒരു വലിയ ശബ്ദം കേൾക്കും. പുറത്തെ കാഴ്ച കണ്ട് ഇപ്പൊ എല്ലാവരും വണ്ടടിക്കും. ആ ഒരു വയസ്സായ മുത്തശ്ശിയും നമ്മുടെ ഹുട്ടയുടെ ഇളയ പെങ്ങളുമായിരിക്കും പുറത്തുണ്ടാവുക. ആ ഒരു മുത്തശ്ശി തലയിലെ ക്യാപ്പ് അഴിക്കുമ്പോ അത് മറ്റാരുമല്ല മരിച്ചുപോയ അവരുടെ ഫാദർ. ആളെ കണ്ട് എല്ലാവരും ഞെട്ടും.
ഇതിപ്പോ എന്താ സംഭവിച്ചേ എന്നറിയാതെ എല്ലാവരും പരസ്പരം നോക്കുമ്പോ ആ ഒരു ഫാദർ പറയും, നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാനാണ് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. അപ്പോൾ എല്ലാവരും ദേഷ്യപ്പെട്ട്, ജീവിച്ചിരിക്കുമ്പോ എന്തിനാണ് മരിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചതെന്ന് ആ ഒരു പപ്പയോട് ചോദിക്കും. അതിന് പപ്പ പറയും, വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ 3 മക്കൾക്കും അവരുടെ അമ്മയെ നഷ്ടമായി. പക്ഷെ എന്നിട്ടൊന്നും അതിൻ്റെ യാതൊരു കുറവുകളും ഞാൻ എൻ്റെ മക്കളെ അറിയിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് മുൻപോട്ട് ജീവിച്ചത്. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ കൃഷിസ്ഥലത്തുള്ള ഹെർബുകളുടെ ക്വാളിറ്റി കൂടി ഒരുപാട് കാശ് ഞങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി. പിന്നീട് ആർക്കും പരസ്പര സ്നേഹമില്ല, കാശിനു വേണ്ടിയുള്ള അടിയും ബഹളവും മാത്രം. അതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം അത് തിരികെ കൊണ്ടുവരാനാണ് ഞാൻ മരിച്ചു എന്നൊരു കള്ളം പറഞ്ഞ് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് അതിൽ ഇവരെ എല്ലാവരെയും ചിരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അപ്പൊ നമ്മുടെ ചേട്ടനും അനിയത്തിയും ഇപ്പൊ എന്തൊക്കെയോ ആലോചിച്ച് അവര് പരസ്പരം സോറി പറയാൻ തുടങ്ങും. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. ഇപ്പൊ നമ്മുടെ ആൾക്കാര് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകുമ്പോഴായിരിക്കും ഷിനോ അവരെ കണ്ടുമുട്ടിയ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക. കിബ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുമ്പോ പപ്പയാവട്ടെ ഒരു മരുന്നെടുത്ത് കാണിക്കും. അതുപയോഗിച്ച് അവിടെയുള്ള എല്ലാവരെയും ചിരിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. അതിന് ഷിനോ പറയും, നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അവര് മനസ്സ് തുറന്ന് ചിരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറയണം. അങ്ങനെ ഷിനോയുടെ അഭിപ്രായ പ്രകാരമാണ് അദ്ദേഹം തിരിച്ചു വന്ന് എല്ലാ സത്യങ്ങളും അവരോട് പറഞ്ഞത്. ഒടുവിൽ മിഷനൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തീർത്ത് നമ്മുടെ 2 സ്വത്തുമണികളും ഇപ്പൊ ഗ്രാമത്തിലേക്ക് പോവാണ്. കുട്ടപ്പൻ എന്തൊക്കെയോ വിക്രസൊക്കെ കാണിച്ച് ഷിനോയെ ചിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അവനാവട്ടെ കുട്ടപ്പനെ കോളറെ തൂക്കിയെടുത്ത്, ഇനി ഇമാതിരി ചളി കാണിച്ച നിന്നെ തൂക്കിയെടുത്ത് ഞാൻ ദൂരേക്കെറിയും എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.